Very good morning, dear students. So, നമ്മുടെ third chapter second class ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. Okay. So, hope you are all fine and you are also getting understood with the chapters and the portions we have discussed in the last classes also. So, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ MSMയുടെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് നോക്കിയത്. So, we have discussed about the definitions of micro, small and medium industries. Okay, and then we have seen about the ancillary units and also the export oriented units. So എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ് അവരുടെ ആനുവൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് വി ആർ ഡിഫൈനിങ് വെദർ ഇറ്റ് ഈസ് എ മൈക്രോ ഇൻഡസ്ട്രി ഓർ വെദർ ഇറ്റ് ഈസ് എ സ്മോൾ ഇൻഡസ്ട്രി ഓർ വെദർ ഇറ്റ് ഈസ് ആൻ മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രി എന്നുള്ളത്. ആൻസിലറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 50% ഓഫ് ദെയർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ഷുഡ് ബി ഡെലിവേർഡ് ടു അതർ യൂണിറ്റ്സ് ആസ് ഇൻപുട്സ്. മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഇൻപുട്ടായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ 50% എങ്കിലും നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രമാണ് അത് ആൻസിലറി യൂണിറ്റ്സിൽ വരുള്ളൂ. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത് മറ്റ് സ്ഥാപനങ്ങളിനെ അല്ലെങ്കിൽ മറ്റ് വലിയ ഓർഗനൈസേഷൻ അതർ യൂണിറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. ആൻഡ് ദെൻ നമ്മുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 30% ഓഫ് ദി പ്രോഡക്റ്റ് 30% ഓഫ് ദി പ്രോഡക്റ്റും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ആൻസിലറി യൂണിറ്റ് ആയാലും എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആയാലും അവരും ഏത് കാറ്റഗറിയിൽ വരും? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ബേസ്ഡ് ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ദെയർ ആനുവൽ ടേൺ ഓവർ. അതിനെ ബേസ് ചെയ്തിട്ട് അവരും ഏത് കാറ്റഗറിയിലാണ് വരിക? ചിലപ്പോൾ മൈക്രോയിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം. ക്ലിയർ? ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് MSMEയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്നുള്ളത്. സോ we will see that is normally ഈ entrepreneurship എന്ന് പറയുന്നത് these are generally run by the entrepreneurs. സിംഗിൾ entrepreneurs ആയിരിക്കും ഒരു ബിസിനസ് സ്ഥാപനം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നവഡേയ്സ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഓർ കോപ്പറേറ്റീവ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസും രംഗത്തേക്ക് വരുന്നുണ്ട്. അവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി പ്രൊമോഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി MSME. അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ്. സോ ഇതൊക്കെ ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. ബിക്കോസ് അവിടെ യൂസ് ചെയ്യുന്നതൊക്കെ ലോക്കൽ റിസോഴ്സസ് ആണ് വിച്ച് ആർ അവൈലബിൾ ലോക്കലി എന്നുള്ളതാണ്. സോ റോ മെറ്റീരിയൽസ് ആയാലും അല്ലെങ്കിൽ വാട്ട് എവർ തിങ്സ് വി ആർ യൂസിങ് ഇൻ അവർ ബിസിനസ് ദാറ്റ് ആർ പ്രൊക്യൂർഡ് ഫ്രം ദി ലോക്കൽ എൻവയൺമെൻറ്റ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ലോക്കൽ ഇൻഡസ്ട്രീസ് ആർ സെറ്റപ്പ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ മാക്സിമം ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രീസ് ആയതുകൊണ്ട് തന്നെ സിറ്റി മോഡിന്ന് അല്ലെങ്കിൽ ഒരു സിറ്റി ഏതെന്ന് ദാറ്റ് ഈസ് ബിസിനസ്സൊക്കെ റൂറൽ ഏരിയാസിലേക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ദാറ്റ് ഒരു എക്കോണമി അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ഗ്രോത്താണ് അവിടെ സംഭവിക്കുന്നത്. ഇംബാലൻസ്ഡ് ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ സിറ്റിയിൽ മാത്രമായിരിക്കും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകുള്ളൂ, റൂറൽ ഏരിയാസിലൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. സോ when this has been taken place, that is most of the industries have been set up in the rural areas എന്ന് പറയുമ്പോൾ urban area is little bit expanding എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ റൂറൽ ഏരിയാസും ഡെവലപ്ഡായി. പിന്നെ അതിനെ നമ്മൾ ഒരിക്കലും പിന്നെ റൂറൽ ഏരിയ എന്ന് പറയില്ല, urban ഏരിയ ആയിട്ട് നമ്മൾ മാറ്റേണ്ടി വരും. ആൻഡ് ദെൻ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ലെസ് ക്യാപിറ്റൽ മതി. ഹൈ ക്യാപിറ്റലിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. വിത്ത് മിനിമം ക്യാപിറ്റൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാധാരണക്കാർക്കായാലും തുടങ്ങാൻ പറ്റിയ സ്ഥാപനങ്ങളാണ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രീസ്, മൈക്രോ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത്.
ദേ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ബേസ്ഡ് അല്ല വരുന്നത്, ലേബർ ഇൻറ്റൻസീവാണ്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വെൻ വി സെലക്ട് ദി ടെക്നോളജി, ഓക്കെ, നമുക്ക് ഏത് രീതിയാണ് വേണ്ടത്, ലേബർ ഇൻറ്റൻസീവ് വേണോ അതല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോഡ് വേണോ എന്നുള്ളത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദി പ്ലാന്റ് ആൻഡ് മെഷീനറി, സോ മോർ ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്. ഓക്കെ, സോ വി ആർ ബിഹൈൻഡ് ദി ടെക്നോളജി. സോ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ എപ്പോഴാണ് ലേബർ ഇൻറ്റൻസീവ് സെലക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് സെലക്ട് ചെയ്യേണ്ടത്? വെൻ ഹാൻഡ്സ് ആർ ഫ്യൂ, അതായത് പോപ്പുലേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്യണം, ഏറ്റവും കൂടുതൽ മിഷനറീസിനെ ഡിപ്പെൻഡ് ചെയ്യണം. നേരെ മറിച്ച് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ആരെയാണ്? ലേബർ ഇൻറ്റൻസീവാണ്. Okay, so based on that we are selecting whether we want to use the method labor intensive or the capital intensive, ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സെലക്ഷൻ പ്രോസസ്സാണ് അവിടെ വരുന്നത്. And then they involve the use of simple technology, intensive utilization of individual skill leading to professional specialization. Simple technologyയും അതേപോലെ തന്നെ intensive utilization of individual skillും വരുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ സ്പെഷ്യലൈസേഷൻ ആണ് പർട്ടിക്കുലർ ഫീൽഡിൽ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്, ഫാഷൻസ് അനുസരിച്ച് ദേ കാറ്റർ ടു ഇൻഡിവിജ്വൽ ടേസ്റ്റ്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട്. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസസ് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്നുണ്ട്. പേഴ്സണലൈസ്ഡ് സർവീസസ് നമുക്ക് ആർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ടു ദി കൺസ്യൂമേഴ്സിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ they are eligible for government assistance and patronage and also for concessional finance. അപ്പോൾ അങ്ങനെ entrepreneurs who are set up in the rural areas, അതല്ലാന്നുണ്ടെങ്കിൽ MSMEയുടെ കീഴിൽ വരുന്ന ഏത് സ്ഥാപനങ്ങളായാലും they are eligible for government assistance, either in the form of incentives or in the form of subsidies. And they can be easily established without much legal formalities. ഓവറായിട്ടുള്ള ഒരു ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തുടങ്ങാവുന്ന സ്ഥാപനങ്ങളാണ്. ബിക്കോസ് നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഇനിഷ്യലി ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോസസ്സും അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വി ആർ നോട്ട് സെലക്ടിങ് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സെലക്ട് ദി പെർട്ടിക്കുലർ ലാൻഡ്, അതിൻ്റെ അവൈലബിലിറ്റി, അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, എവറിത്തിങ് വി ഹാവ് ടു ഡു. ഇഫ് വി ആർ സെലക്ടിങ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ ദേ ആർ ഫ്ലെക്സിബിൾ to large extent. They are free from red tapeism and bureaucratic handicaps. Compared to large units, MSME എന്ന് പറയുന്നത് lesser gestation period ആണ്. So what do you mean by gestation period? That is, നമുക്കൊരു ഗ്രോത്ത് പീരിയഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകും. സാധാരണ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് തന്നെ ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് 2 to 3 years അല്ലെങ്കിൽ 3 to 5 years. സോ അത് കഴിഞ്ഞിട്ടാണ് അവർ ഗ്രോത്ത് സ്റ്റേജിലേക്കോ മെച്യൂരിറ്റി സ്റ്റേജിലേക്കൊക്കെ കടക്കുന്നത്. സോ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് വിത്ത് മച്ച് ലെസ് ക്യാപിറ്റൽ തന്നെ നമുക്ക് പെട്ടെന്ന് ബിസിനസ്, അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലും ഒക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ദറ്റ് ഈസ് ഗ്രോത്ത് സ്റ്റേജിലേക്കും മെച്യൂരിറ്റി സ്റ്റേജിലേക്കും റീച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദി MSME എന്ന് പറയുന്നത് ഓണർ തന്നെയാണ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം ചെറിയ സ്ഥാപനങ്ങളാണ്, അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗിൾ ഓണേഴ്സ് ആയിരിക്കും, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കും, വിത്ത് ലെസ് ക്യാപിറ്റൽ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. അധികം സമയം എടുക്കാതെ തന്നെ ഒരു ഈസി ഗ്രോത്ത് നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് നമുക്ക് വരുന്നത്. ആൻഡ് നൗ വിൽ സീ what are the primary objectives of small scale industrial units എന്നുള്ളത് നോക്കാം. MSMEയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
So to provide employment opportunities. So that is why we are preferring business എന്നുള്ളതാണ്. നിങ്ങൾ ഒരാൾ ഒരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാളും ഇഫ് യു ആർ സ്റ്റാർട്ടിങ് അപ്പ് എ ബിസിനസ് ഓർ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ വെഞ്ചർ എന്ന് പറയുമ്പോൾ മിനിമം 10 പീപ്പിളെങ്കിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അൺഎംപ്ലോയ്മെൻറ്റിന് അത്ര പേരെങ്കിലും നമുക്ക് കുറച്ച് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. And then to promote production of a large variety of goods, especially consumer goods. അപ്പോൾ ഇവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഇൻ്റർനാഷണൽ പ്രോഡക്റ്റ് ഒന്നുമല്ല, സാധാരണ കൺസ്യൂമർ ഗുഡ്സാണ് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ കൺസ്യൂമർ ഗുഡ്സ് എന്താ പറയുക, ഏറ്റവും കൂടുതൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ലേബർ ഇൻറ്റൻസീവാണ്. നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് അല്ല, മിഷൻ ടെക്നോളജി എല്ലാം നമ്മൾ യൂസ് ചെയ്യണത് ലേബർ ഇൻറ്റൻസീവാണ്. And then to encourage the adoption of modern techniques in the unorganized traditional sector of the industry. To encourage, അതല്ലാന്നുണ്ടെങ്കിൽ മോഡേൺ ടെക്നിക്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളൊക്കെ ഒന്ന് തുടങ്ങിയതിന് ശേഷം നമ്മൾ ട്രഡീഷണൽ മെത്തേഡാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നത്. സോ ആഫ്റ്റർ എന്താ പറയുക, കുറച്ച് പ്രൊലോങ്ഡ് ടൈം നമ്മൾ തുടങ്ങി ഒക്കെ ഒന്ന് സെറ്റപ്പ് ആയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡേണൈസേഷനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. To facilitate effective utilization of resources, ലോക്കലായിട്ടുള്ള റിസോഴ്സസ് എന്താണോ അതിൻ്റെ രീതിയിൽ തന്നെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിലേക്ക് മാത്രം പോകാതിരിക്കാനാണ് നമ്പർ ഓഫ് പീപ്പിളിൻ്റെ അടുത്ത് ഓൺടർപ്രണേഴ്സായിട്ട് നമ്മൾ മാറാൻ പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ ഏരിയാസും ഓരോ സ്റ്റേറ്റും അല്ലെങ്കിൽ ഓരോ റീജിയൻസും ഈക്വലി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റാണ് അവിടെ സംഭവിക്കുന്നത്. ആൻഡ് ദെൻ ടു ക്രിയേറ്റ് എ ക്ലൈമറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എക്സ്പേർട്സ്, പ്രൊഫഷണൽസ് ആൻഡ് സ്മോൾ ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഓവറോൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എനി പീപ്പിൾ ക്യാൻ കം അപ്പ് വിത്ത് ദി ന്യൂ ഐഡിയാസ്, എനി പീപ്പിൾ ക്യാൻ സ്റ്റാർട്ട് ദി ബിസിനസ്, any people can develop the business എന്നുള്ള കാര്യങ്ങളാണ്. അതേപോലെ to bring backward areas too in the mainstream of national development. നാഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് ഏറ്റവും പിന്നോക്കമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ്, ഏറ്റവും ബാക്ക്വേർഡ് ഏരിയാസ് ഏതൊക്കെയാണ്, അതിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ടു ഇംപ്രൂവ് ദ ലെവൽ ഓഫ് living of people in the country. Standard of living automatically increase ചെയ്യണം. കാരണം we are getting educated, we are getting the proper knowledge, we are seeing how the people are living in the society. ഇതൊക്കെ കാണുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്ന സിറ്റുവേഷനാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു മൊബൈൽ ഫോൺ പോലും മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ ഫാമിലീസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ COVID-19 എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മുടെ വീടുകളിൽ എല്ലാവർക്കും എന്നുള്ള രീതിയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസ് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല, അമ്മമാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അച്ഛന് മാത്രമല്ല, ഇന്ന് കുട്ടികൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ടാബോ എന്തെങ്കിലും ടിവിയോ എനി മോഡ് ഓഫ് ഒരു ഹോം അപ്ലയൻസസ് അവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അവർക്ക് ഇല്ലാതെ അവരെ ക്ലാസ് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സോ ഇൻ്റർനെറ്റായിട്ട് ഇന്ന് ഫെമിലിയർ ആയി തുടങ്ങിയ എല്ലാവരും. സോ ദേ കുഡ് നോ ഹൗ പീപ്പിൾ ആർ ലിവിങ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് മോർ ബെനിഫിറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങളാണ്, ഡെവലപ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളാണ്, ബാക്ക്വേർഡ് ഏരിയാസിന് വരുന്ന ചേഞ്ചസ് ആണ്. ഇതൊക്കെയാണ് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ആൻഡ് നൗ വിൽ സീ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇവിടെ വരുന്നത് ദി ക്രിയേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ലേബർ ഇൻറ്റൻസീവ്, ദി ഓഫർ ആംപിൾ സ്കോപ്പ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ദ സെയിം തിങ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ലെസ് ക്യാപിറ്റൽ തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ ഒബ്ജക്റ്റീവും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ആൻഡ് ദെൻ ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഇസ് ഫെസിലിറ്റേറ്റഡ്. ഇത് ചെറിയ സ്ഥാപനമായതുകൊണ്ട് നമുക്ക് തന്നെ നല്ല രീതിയിൽ ഇതിനെ സൂപ്പർവൈസ് ചെയ്യാനും അതേപോലെ തന്നെ
കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. ദർ ഈസ് എ പേഴ്സണൽ ടച്ച് വിത്ത് ദി എംപ്ലോയീസ്. ദിസ് മേക്സ് എ ബിസിനസ് സ്മൂത്ത് ആൻഡ് പ്രോസ്പെറസ്. ഒരിക്കൽ പോലും ബിസിനസ് ഓണേഴ്സിന്, എംപ്ലോയറിനെ നമ്മൾ കാണാതെ നമ്മൾ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് സോ ഗുഡ്. സോ ദി എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് നന്നായിരിക്കണം. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാതെ തന്നെ അറിയാവുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരണം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് വാട്ട് ദി എംപ്ലോയർ തിങ്സ്, വാട്ട് ദി എംപ്ലോയർ പ്ലാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. And then there is a close and direct personal contact with the customers also. കസ്റ്റമേഴ്സും അവർക്ക് ഉണ്ടായിരിക്കും. ആ കസ്റ്റമേഴ്സായിട്ടും അവർ ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, കാരണം സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കാം. they would be knowing very well എന്നുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് the products are sold locally, ലോക്കലൈസ്ഡ് പ്രോഡക്റ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ആ ലോക്കൽ റിസോഴ്സസ് തന്നെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ വി ആർ വെരി വെൽ നോൺ among the customers also. And then it can also satisfy individual taste and also personalized services നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. They help in reducing prices. It is possible to make necessary changes as and when required. And balanced regional development is increased. MSME enjoys the government support and patronage. They facilitate equitable distribution of income and wealth, provide ample opportunities for creativity and experimentation. നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നാലും അതിൻ്റെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് they are continuing with the researches. So they are finding out the problems and finding out the solutions. What are the reasons for this development? What are the reasons for the sickness എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ റിസർച്ച് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറുവശത്ത് അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസും കൊടുത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദേ ആർ റിലേറ്റീവ്ലി മോർ എൻവയൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോർമലി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിതിൽ വരുന്നത്? ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആണ്. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. വിത്ത് ലെസ് ക്യാപിറ്റൽ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാം. അതേപോലെ തന്നെ ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്താണ് വരുന്നത്. ഇൻകം അതേപോലെ തന്നെ വെൽത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഒരാളുടെ കയ്യിൽ മാത്രമല്ല, അത് ഡീസെൻട്രലൈസ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ബാക്ക്വേർഡ് ഏരിയാസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മൾ ലോക്കൽ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള അൺയൂസ്ഡ് ആയിട്ടുള്ള ലോക്കൽ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സി വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്? MSME സഫർ ഫ്രം ലാക്ക് ഓഫ് ഫണ്ട്. ദേ ആർ ഫൈനാൻഷ്യലി വീക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്ന എന്താണ്? വിത്ത് മച്ച് ലെസ് ക്യാപിറ്റൽ നമുക്ക് സ്ഥാപനം തുടങ്ങാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിലുമുണ്ട് അത്യാവശ്യം ഫിനാൻഷ്യൽ ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതുപോലും ധൈര്യമായിട്ട് ആ ഒരു ബിസിനസ്സിലേക്ക് ആ ഒരു ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് people are not getting എന്നുള്ളതാണ്. They suffer from lack of managerial and other skills. They are even lacking managerial skills. So they don't know how to run a business, how to move with the employees, how to behave with them, how to maintain a good relationship with the employees and as well as the customers also. So these are all coming under lack of managerial skills. So ഇവിടെ lack of managerial സ്കില്ലുകൾ വന്നു കഴിഞ്ഞാൽ ഒരു എംപ്ലോയറും തമ്മിൽ റിലേഷൻ വഷളായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേരെയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പല പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ദേ കനോട്ട് എംപ്ലോയ് ഹൈലി പെയ്ഡ് ഒഫീഷ്യൽസ്. അപ്പം ചെറിയൊരു സ്ഥാപനമാണ്, അവിടെ വളരെ ഒരു ഹൈലി പെയ്ഡ് ഒഫീഷ്യലിനെ നമുക്ക് അവിടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. MSME always face tough competition with large businesses. Even if we are coming up with a small industry or enterprise,
In the same field, there will be giant businesses. ഇതിൻ്റെ ലാർജ് സൈസ്ഡ് ബിസിനസ്സസ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. അവരായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. ആനയും ഉറുമ്പും പോലെയാണ്. അവരൊരു വലിയ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആണ്. ആൻഡ് ദേ ആർ ഏബിൾ ടു നോ ദേ ആർ കേപ്പബിൾ ടു ഡു എനിത്തിങ്. But we people are so small and we have begun the business also. അപ്പോൾ നമ്മൾ അത്രയും ചെറുത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. Just we have born as an entrepreneur. So നമുക്ക് ടഫ് ടൈം തന്നെയാണ്. അവരായിട്ട് കോമ്പീറ്റ് ചെയ്ത് വിൻ ചെയ്ത് വരാനൊന്നും സാധിക്കില്ല. സോ വി ആർ ഫേസിങ് ടഫ് ടൈംസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ദേ ആർ നോട്ട് വെൽ എക്യുപ്ഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് മോഡേൺ മെത്തേഡ്സ്. ഹ്യൂജ് ബിസിനസ് ഇൻഡസ്ട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ കേപ്പബിൾ ഓഫ് അഡോപ്റ്റിംഗ് ന്യൂ മെത്തേഡ്സ്, മോഡേൺ ടെക്നോളജി. പക്ഷേ വി പീപ്പിൾ വെൻ വി ആർ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് നമുക്ക് ആ ഒരു ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഇത്തിരി കോസ്റ്റ്ലിയർ ആണ്. നമ്മളിപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ. നമ്മളതിൻ്റെ ബിസിനസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്താലാണ് നമുക്കതിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ദേ ക്യാൻ നോട്ട് ഇൻസ്റ്റാൾ മോഡേൺ മെഷീനറി ആൻഡ് ലേബർ സേവിങ് ഡിവൈസസ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ആണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് മോഡേൺ മെഷീനറി കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ സ്കിൽഡ് പേഴ്സൺസിൻ്റെ കുറവായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മോഡേൺ മെഷീനറി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ചിലപ്പോൾ ഇൻക്രീസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് തുടക്കത്തിൽ ഉണ്ടാകാം. There is only a little scope for division of labor and specialization. അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബറും അതിനൊന്നും നമുക്ക് കാരണം വലിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഇല്ല. സിംഗിൾ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. എല്ലാവരും ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകാനായിട്ട് പെട്ടെന്ന് സാധിച്ചൊന്നും വരില്ല. ആൻഡ് ദെൻ MSME cannot afford is to spend large sum of money on research and experiments. So if it is a bigger organizations or much larger organizations എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടായിരിക്കും റിസർച്ചിന് വേണ്ടിയിട്ട്. So as we have just born as an entrepreneur and we are running a micro unit, we don't have any special department for research and we don't have that much of time or that much of money to spend on that എന്നുള്ളതാണ്. They cannot survive in times of adversity. ഇപ്പോൾ വളരെ മോശം ടഫ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുന്നേറാനായിട്ട് സാധിക്കില്ല. ഈ കൊറോണ സമയത്ത് തന്നെ എത്ര സ്റ്റിച്ചിങ് യൂണിറ്റ്സ് ആണ് ക്ലോസ് ഡൗൺ ചെയ്ത് പോയിട്ടുള്ളതെന്നറിയോ? കാരണം അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നതൊക്കെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഈ കൊറോണ വന്നതുകൂട്ട് അവർ സ്വന്തം നാട്ടിലേക്ക് അവർക്ക് തിരിച്ചു പോയി. അവരൊക്കെ തിരിച്ചു പോയോട് കൂടിയിട്ട് ഇവിടെ എൻറ്റയർലി ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ആരുമില്ല. കംപ്ലീറ്റ് ലോക്ക്ഡൗണും കാര്യങ്ങളും വന്നു. എത്ര സ്ഥാപനങ്ങളാണ്, എത്ര ആൾക്കാരാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മിമിക്രി ഷോ നടത്തുന്ന ആൾക്കാർ, ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ, ടൈലേഴ്സ്, ഇവർക്കൊന്നുമില്ല, സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ല, വർക്കൊന്നുമില്ല. കാരണം ഫങ്ഷൻസ് ഇല്ല. എത്രയോ ആൾക്കാർ നമ്മുടെ മാരേജ് ഹാളുകൾ ഇതൊക്കെ കെട്ടി അതിൽ നിന്ന് കിട്ടുന്ന വാടക അനുസരിച്ച്, അതേപോലെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾക്കാർ, നത്തിങ്, അവരൊക്കെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും റീഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ കാറ്ററിംഗ് സർവീസും അടക്കം കുറച്ചും കൂടി ഒരു ജീവൻ വെച്ച് തുടങ്ങിയത്. അതുവരെയ്ക്കും അവരും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് അവരും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയോ പേര് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അവർ ജോലിക്കാരെ മുഴുവൻ അവർ പിരിച്ചുവിട്ടു. കാരണം അവർക്ക് ഇനി ഫർദർ ലോസിലേക്ക് പോകാതിരിക്കാനായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ടഫ് ടൈംസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയുന്ന രീതിയിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ദെൻ ദേ ക്യാൻ നോട്ട് സെക്യൂർ ചീപ്പ് ക്രെഡിറ്റ്. കാരണം അവർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടെ അസറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വാല്യൂ ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വിചാരിച്ച പോലെ എന്താ പറയുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് കിട്ടില്ല. ഓക്കെ, അവർക്ക് ചീപ്പ് ക്രെഡിറ്റ് ഒന്ന് ഉദ്ദേശിക്കുന്ന റോ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഓരോ പർച്ചേസ് നമ്മൾ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി പൈസ കൊടുക്കാറില്ല.
സോ അത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് പ്രോഡക്റ്റായിട്ട് മാറി ആൻഡ് ദാറ്റ് പ്രോഡക്റ്റ് സോൾഡ് ഇൻ ദി മാർക്കറ്റ്, അതിൻ്റെ കിട്ടുന്ന റവന്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് അതിനൊന്നും സാധിക്കാത്തൊരു സിറ്റുവേഷനായി പോകുന്ന പല സിറ്റുവേഷൻസും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്. മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? നമ്മുടെ ലോക്കൽ റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ റിസോഴ്സസ് എന്തൊക്കെയാണോ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. സോ വി ആർ യൂട്ടിലൈസിങ് ദോസ് അൺഎംപ്ലോയിഡ് പീപ്പിൾ. അവരിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ദറ്റ് ഈസ് ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഹാൻഡ്സ് ആർ ഫ്യൂ അല്ല, അവിടെ ഹാൻഡ്സ് കൂടുതലാണ്. ദറ്റ് ഈസ് ഇഷ്ടംപോലെ പോപ്പുലേഷൻ ഉണ്ട്. സോ വി ആർ യൂട്ടിലൈസിങ് ആൻഡ് വി ആർ സെലക്ടിങ് ലേബർ ഇൻറ്റൻസീവ് എന്നുള്ളതാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസീവിലേക്ക് നമുക്കിപ്പോൾ പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇനീഷ്യൽ സ്റ്റേജാണ്, ലേബർ ഇൻറ്റൻസീവ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ റൺ ചെയ്യേണ്ടത്. ആൻഡ് ദെൻ വെൻ വി തിങ്ക് അബൌട്ട് ദി മോഡേണൈസേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിനെ കുറിച്ച് ചിന്തിക്കാം? നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള മോട്ടിവേഷനും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതായ പല ഡിഫറെൻറ്റ് സ്കീമുകൾക്കും നമ്മൾ എലിജിബിളാണ്. ആൻഡ് വി ക്യാൻ ഗെറ്റ് ഗുഡ് ഇൻസെൻറ്റീവ്സ് ആൻഡ് വി ക്യാൻ ഗെറ്റ് സബ്സിഡീസ് ഫോർ വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളതാണ്. സോ ദാറ്റ് ആർ ഓൾ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോക്കൽ റിസോഴ്സസ് ആൻഡ് യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദെൻ ഇതൊക്കെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സും അഡ്വാൻറ്റേജസും വരുന്ന സെയിം പോയിൻറ്റ്സ് തന്നെയാണ്. ഡിസഡ്വാൻറ്റേജസിലാണ് നമ്മൾക്ക് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്നത്. നമ്മൾ ഇതിൽ അഡ്വാൻറ്റേജസിലൊക്കെ പറഞ്ഞത് എന്താണ്? നമുക്ക് അധികം ക്യാപിറ്റൽ വേണ്ട, ചെറിയ ഫണ്ട് ഉണ്ടെങ്കിലും നമുക്ക് തുടങ്ങാം. പക്ഷേ ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് എന്താണ്? ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെയും പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നമ്മുടെ എന്താ പറയുക, മാനേജീരിയൽ സ്കില്ല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനം നടത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക്, കാരണം നമ്മൾ പുതിയ ഓൺടർപ്രണേഴ്സാണ്. സോ വി ഡു നോട്ട് നോ ഹൗ ടു കം അപ്പ് ഓർ ഹൗ ടു ഫേസ് സച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വെൻ വി ഫേസ്, ഹൗ ടു മൂവ് ഓൺ വിത്ത് ദി എംപ്ലോയീസ്, ഹൗ ടു ബിഹേവ് വിത്ത് ദി കസ്റ്റമേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ ചെറിയ ഡിസഡ്വാൻറ്റേജസൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ഡിസഡ്വാൻറ്റേജസ് കേട്ടിട്ട് നമ്മൾ തളർന്നു പോകരുത്. സോ ഇഫ് എ പേഴ്സൺ ഹാസ് ദി വിൽ പവർ ടു സ്റ്റാർട്ട് ദി ബിസിനസ് എന്നുണ്ടെങ്കിൽ ഹി വിൽ സ്ട്രഗിൾ ആൻഡ് ഹി വിൽ കം അപ്പ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് അയാൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവുകളും അയാൾക്കുണ്ടായിരിക്കും. കാരണം അയാൾ പല തരത്തിലുള്ള ആൾക്കാരുകളായിട്ടും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിറ്റുവേഷൻ, ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് ഇതൊക്കെ ഫേസ് ചെയ്ത് വരുന്ന വ്യക്തിയാണ്. സോ അത്ര പെട്ടെന്ന് ഒന്നും തളർന്നു പോകില്ല. അപ്പോൾ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ് ഓഫ് ഓൾ ദി ഡിസഡ്വാൻറ്റേജസ് ആൻഡ് കം അപ്പ് വെരി കളർഫുൾ ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വരുന്നത് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് എൻ്റർപ്രൈസസ്, MSMEയുടെ റോൾ എന്താണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് MSME ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്? എന്തൊക്കെ മാറ്റങ്ങളാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.